അങ്ങനെ തീരുമാനമായിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ മാറ്റില്ല. LDF യോഗത്തിന് മുൻപും യോഗത്തിനകത്തും ഘടകകക്ഷികൾ അതിശക്തമായി പ്രതികരിച്ചിട്ടും കാര്യമുണ്ടായില്ല. RSS ADGP കൂടിക്കാഴ്ച കേരളത്തിന്റെ ഉത്കണ്ഠയാണെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം CPM CPI ചർച്ചയിൽ ഉന്നയിച്ചിട്ടും കാര്യമുണ്ടായില്ല. വർഗീസ് ജോർജ് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. അജണ്ടയിൽ പോലും വയ്ക്കാഞ്ഞ വിഷയം അകത്ത് ചർച്ചയാക്കിയതും RJD-യുടെ വർഗീസ് ജോർജ് ആയിരുന്നു. പക്ഷേ വിഷയം മുഖ്യമന്ത്രിക്ക് സാങ്കേതികമാണ്. DGP അന്വേഷിക്കുന്ന വിഷയങ്ങളിൽ കൂടിക്കാഴ്ച കൂടി ഉൾപ്പെടുത്താമെന്ന ഉദാര സമീപനവുമുണ്ട്. DGPക്ക് വിശദമായി അന്വേഷിക്കാൻ സമയവുമുണ്ട്. അതുവരെ RSS ശാഖയ്ക്ക് കാവൽ നിന്നതാരെന്നും ഗോൾവാൾക്കർ ജന്മശതാബ്ദിക്ക് വിളക്ക് തെളിച്ചതാരെന്നും പറയാം. കേരളത്തിന് പുറത്ത് അങ്ങ് UP-യിൽ മുസ്ലിം കൂട്ടക്കൊലയും മധ്യപ്രദേശിൽ കമൽനാഥ് ശ്രീരാമക്ഷേത്രത്തിന് കൊടുത്തയച്ച ഇഷ്ടികയും പറഞ്ഞു നിൽക്കാം. കൈവിടാത്ത കരുതലോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി KP നൌഷാദ് അലി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതോടൊപ്പം BJP-യിൽ നിന്ന് പ്രതിനിധി VP ശ്രീപത്മനാഭനാണ്. സ്വാമി സന്ദീപ് ആനന്ദഗിരിയെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ശ്രീ KP നൌഷാദ് അലി, ഇന്ന് LDF യോഗശേഷം LDF കൺവീനറുടെ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടിരിക്കും. യോഗശേഷം പുറത്തിറങ്ങിയ ഘടകകക്ഷികളുടെ പ്രതികരണവും കണ്ടിരിക്കും. അപ്പോൾ RSS നേതാക്കളെ ഊഴമിട്ട് കാണുന്ന ADGP-ക്കെതിരെ നടപടിയില്ല. ഈ IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ നടപടിയെടുക്കുമ്പോൾ ചില നടപടിക്രമങ്ങളുണ്ട്, അതിന് ഇത്തിരി സമയമെടുക്കും. സ്മൃതി, ഇവിടെ ഈ LDF യോഗത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു, LDF-ന്റെ എല്ലാ ഘടകകക്ഷികളും CPM ഒഴികെയുള്ള ഘടകകക്ഷികൾ ഒരു നിലപാട് ശക്തമായി പറയുന്നു. CPM-നകത്തും ഒരു 98% വരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഈ ഘടകകക്ഷികളുടെ നിലപാട് തന്നെയായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ശക്തമായൊരു നിലപാട്, അദ്ദേഹത്തിന് ഒരിക്കലും ഈ പറഞ്ഞ RSS പ്രീണനത്തിൽ നിന്നോ അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൽ നിന്നോ പിറകോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാവണം അദ്ദേഹം ഒഴികെയുള്ള ആളുകളൊക്കെ ഒരേ മനസ്സായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുടെയോ അദ്ദേഹത്തിൻ്റെ ഒരു തൻപ്രമാണിത്വം നിറഞ്ഞ ഒരു ശാഠ്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ അജിത് കുമാറിനെതിരെ ഒരു നടപടിയുമില്ലാതെ ആ യോഗം പിരിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ ഘടകകക്ഷി നേതാക്കൾ മിക്ക ആളുകളും പുറത്തു വന്നിട്ട് അതിലുള്ള അവരുടെ വലിയ നിരാശ അവർ പ്രകടമാക്കിയിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, ഇവിടെ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ ഇവിടുത്തെ CPM MLA അല്ലെങ്കിൽ CPM പിന്തുണച്ച MLA ഒരുപാട് ആരോപണങ്ങൾ പരസ്യമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഫോൺ ചോർത്തുന്നുണ്ട്, കൊലപാതകിയാണ്, കൊട്ടേഷൻ സംഘാംഗമാണ്, സ്വർണം പിടിച്ചു പറിക്കാരനാണ്, ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനുയായിയാണ്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പാതകങ്ങളൊക്കെയുള്ള ആളാണ് അദ്ദേഹം എന്ന് വ്യക്തമായിട്ട് MLA ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ വേണമെങ്കിൽ ആ ഒരു സാങ്കേതികത്വത്തിൻ്റെ പേരിൽ. എന്നാൽ ഇവിടെ RSS-ന്റെ അത്യുന്നതരായ 2 നേതാക്കളെ ADGP കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആ യാത്രകളുടെ ട്രാവൽ ലോഗ് ബുക്ക് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്, അനുധാവനം ചെയ്ത ആളുകളുടെ സ്ഥിതി വിവരങ്ങളുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തി എന്നാണ് PV അൻവർ പറഞ്ഞത്. അല്ല, അതെ, തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിലൊക്കെയുള്ള എല്ലാ വിവരങ്ങളും മുമ്പിലുണ്ടായിട്ടും ഈ പറഞ്ഞ ആളെ ഒന്ന് സ്ഥാനത്ത് നിന്ന്, ചുമതലയിൽ നിന്നൊന്ന് മാറ്റാൻ പോലും ഈ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പോലീസും ഈ ഭരണവും ഒക്കെ ആരുടെ പിടിയിലാണ്? CPM-നോ ഇടതുമുന്നണിക്കോ വല്ല ബന്ധവും ഈ ഭരണവുമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പിണറായി വിജയൻ എന്നൊരു റബ്ബർ സ്റ്റാമ്പിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആരാണ് ഈ ഭരണത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. RSS എന്ന 3 അക്ഷരമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ഈ നാട്ടിലെ 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചോരയും വിയർപ്പും ചിന്തി ഉണ്ടാക്കിയ ഒരു പാർട്ടിയും ഭരണവും ഒക്കെ RSS-ന്റെ കാൽക്കീഴിൽ കാണിക്കയായി അർപ്പിച്ച പിണറായി വിജയൻ്റെ മുഖമാണിവിടെ സമ്പൂർണ്ണമായിട്ട് അനാവൃതമാകുന്നത്. അങ്ങനെ അനാവൃതമാകുമ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് വളരെ അത്ഭുതമുണ്ടാക്കുന്നു.
ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നൊക്കെ പാട്ടുപാടി നടന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഷ്കളങ്കരായ പ്രവർത്തകരെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പക്ഷെ പിണറായി വിജയൻ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് സ്മൃതി. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. കാരണം ഇവിടെ ഈ കരുവന്നൂർ ബാങ്ക് കേസൊക്കെ നമ്മൾ എന്ത് സീരിയലൈസ് ചെയ്ത് ചർച്ച ചെയ്താണ്. എത്രയോ ദിവസങ്ങൾ നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ നൗഷാദ് അലി, നമുക്ക് ആദ്യം ഈ LDF യോഗവുമായി ബന്ധപ്പെട്ട് ഇടത് നിരീക്ഷകന്റെ പ്രതികരണം തേടിയ ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, LDF നേതാക്കൾ പുറത്ത് അതിശക്തമായി തന്നെ പ്രതികരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താങ്കളും കാണുന്നുണ്ടല്ലോ. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായ പ്രതികരണം വന്നിരിക്കുന്നത് വർഗീസ് ജോർജിൽ നിന്നാണ്. ഈ വിഷയം അജണ്ടയിൽ പോലും ഇല്ലാതിരുന്നു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ശേഷമാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയത്. എല്ലാ ഘടകകക്ഷി നേതാക്കളും, ബിനോയ് വിശ്വം, RJD നേതാവ് വർഗീസ് ജോർജ്, അതോടൊപ്പം PC ചാക്കോ, എല്ലാവരും അതിശക്തമായി തന്നെ ADGPയെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ് തടസ്സം? ഈ പറയുന്ന സാങ്കേതികത്വം ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റാൻ പറ്റാത്ത തരം എന്ത് നടപടിക്രമമാണ്, എന്ത് തടസ്സമാണ് താങ്കൾക്ക് മനസ്സിലാക്കാനായത് ശ്രീ BN ഹസ്കർ? സ്മൃതി, ഇതിൽ കാണേണ്ടത് രാഷ്ട്രീയമായി ഒരു വലിയ പ്രതിസന്ധി കാര്യത്തിൽ ഗവൺമെൻറ് നേരിടുന്നുണ്ട്. രാഷ്ട്രീയമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളാകമാനം ഒരേ സ്വരത്തിൽ പറയുന്നു ADGP ആയിട്ടുള്ള അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തണമെന്നുള്ളത്. അതൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. നടാടെയാണ് ഒരുപക്ഷേ ഘടകകക്ഷികൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഇടതുമുന്നണിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുക. പക്ഷേ സാങ്കേതികമായി കൂടി ഇക്കാര്യത്തെ പരിഗണിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ടും അവധാനതയോടുകൂടി ഇക്കാര്യത്തെ സമീപിക്കണമെന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നിലപാടുള്ളതുകൊണ്ടുമാണ് ഇടതുമുന്നണി ഇത്തരത്തിലൊരു കൺസെൻസസിൽ ഇന്ന് എത്തിയിട്ടുള്ളതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഒരു IPS ഓഫീസറെ, അതും സീനിയർ ആയിട്ടുള്ളൊരു IPS ഓഫീസറെ തൻ്റെ കസേരയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ഒക്കെ തന്നെ ഇടതുമുന്നണി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട അന്വേഷണം നടക്കുകയാണല്ലോ. ശ്രീ PV അൻവർ ഉന്നയിച്ചത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണെന്നിരിക്കെ ആ ആരോപണങ്ങളും അതുപോലെ തന്നെ ശ്രീ അജിത് കുമാർ താൻ കൊടുത്ത പരാതി കൂടി അന്വേഷിക്കണം എന്നുള്ള പരിഗണനയും കൂടി വെച്ചിട്ട് ആ രണ്ടു പരാതികളിൽ മേലും അന്വേഷണം നടക്കുകയാണ്. ശരി, താങ്കൾ പറഞ്ഞ കൺസെൻസസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പുറത്തു വന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. വർഗീസ് ജോർജ് ആവർത്തിച്ചു പറഞ്ഞു ഇത് രാഷ്ട്രീയ വിഷയമാണ് എന്നുള്ളത്. ഇത് ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന പോലെ സാങ്കേതികമല്ല, നടപടിക്രമമല്ല. കാരണം സസ്പെൻഷൻ അല്ലല്ലോ പറഞ്ഞത്, ഈ ചുമതലയിൽ നിന്ന്, ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള എന്ത് തടസ്സമെന്ന ഘടകകക്ഷികളെ പോലും ബോധ്യപ്പെടുത്താൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. ശ്രീ BN ഹസ്കർ, ഞാൻ BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ കൂടി. ശ്രീ പത്മനാഭൻ, ഇന്നിപ്പോൾ LDF യോഗത്തിൽ എല്ലാ ഘടകകക്ഷികളും RSS ADGP കൂടിക്കാഴ്ചയുടെ ADGPക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു നടപടി ഇപ്പോൾ പറ്റില്ല, DGP അന്വേഷിച്ച് റിപ്പോർട്ടൊക്കെ തരട്ടെ, അതിന് സമയമുണ്ട് എന്നും അതിനൊരു നടപടിക്രമമുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി സ്വീകാര്യമായ ഒരു തീരുമാനമാണ് LDF യോഗത്തിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? അല്ല, ഇത് MR അജിത് കുമാറിനെതിരെയുള്ള നീക്കം ആണ് എന്നല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റാൻ, അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരു നേതാവിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ CPM-ലൊരു വിഭാഗവും അവരോടൊപ്പം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും ചേർന്നുകൊണ്ടുള്ള ഒരു ശക്തമായ നീക്കമാണ്. ഇതിൽ പിണറായി വിജയൻ പരാജയപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതിനേക്കാൾ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർചേരിയിലാണ്. CPM പോലുള്ളൊരു പാർട്ടിയിൽ അവരുടെ ഒരു സ്വതന്ത്ര MLA ആയിക്കോട്ടെ, ഇനി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചൊരു MLA ആയിക്കോട്ടെ, ഇത്രയും നിരന്തരമായി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനുമൊക്കെ എതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, സാധാരണ പഴയ CPM ആണെങ്കിൽ ഇപ്പോൾ ആ MLA ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ ഇടതുമുന്നണിയെ പുറത്താക്കുന്നില്ല. അപ്പോൾ അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിൻ്റെ പിന്നിൽ ജലീലോ അതല്ലെങ്കിൽ കാരാട്ട് റസാക്കോ മാത്രമൊന്നല്ല, CPM-ലൊരു പ്രബല വിഭാഗം അൻവറിൻ്റെ കൂടെയുണ്ട്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പിണറായി വിഭാഗത്തിന് പാർട്ടിയിലുള്ള അപ്രമാദിത്വം ഈ പാർട്ടി സമ്മേളനങ്ങളിൽ അവസാനിക്കും.
ഈ പാർട്ടി സമ്മേളനങ്ങൾ കഴിയുന്നതോടുകൂടി പിണറായി ദുർബലനാവും. ഏതാണ്ട് ഈ സംസ്ഥാന സമ്മേളനം ഈ പാർട്ടി കോൺഗ്രസിനൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല. കാരണം കേരളത്തിൽ കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ എവിടെയും വലിയ തോതിലൊന്നും ഇല്ല. അതുകൊണ്ട് സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് ഒരു ഉപാധി മാത്രമാണ് അജിത് കുമാർ. ബേസിക്കലി ഇത് പിണറായി വിജയനെ മാറ്റാനുള്ള നീക്കമാണ്. ശ്രീ പത്മനാഭൻ, ഇപ്പോൾ MR അജിത് കുമാറിന് പിന്നിൽ മുഖ്യമന്ത്രി ശക്തമായി ഉറച്ചു നിൽക്കുന്നത് പോലെ നിങ്ങളും ഉറച്ചു നിൽക്കുകയാണോ? ഞങ്ങൾക്ക് MR അജിത് കുമാർ എന്നൊരു വിഷയമല്ല. ഹൂയിസി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരാ? ഞങ്ങൾക്ക് അയാൾ ആരുമല്ല. അയാളെ മാറ്റുമോ മാറ്റാതിരിക്കുകയോ അന്വേഷിക്കുകയോ അതൊക്കെ സർക്കാരും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പും ഭരിക്കുന്ന മുന്നണിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വലിയ ഇമ്പോർട്ടൻസിൽ കാണുന്നില്ല. കാരണം ഇത് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കമല്ല. ആ പേര് പറഞ്ഞ് പിണറായി വിജയനെ മാറ്റാനുള്ള നീക്കമാണ്. അദ്ദേഹത്തിനെതിരെയുള്ള നീക്കമാണെങ്കിൽ തന്നെ അതിൽ പറയുന്ന ഈ സാങ്കേതികത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ പത്മനാഭൻ, DGP അന്വേഷണം നടത്തുന്നു. DGP അന്വേഷണം നടത്തുന്നത് PV അൻവർ ഉന്നയിച്ച മറ്റ് ഗുരുതരമായ ആരോപണങ്ങളിലാണ്. സ്വർണ്ണക്കടത്ത്, കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങളാണല്ലോ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലാണ് DGP അന്വേഷണം നടത്തുന്നത്. അതിൻ്റെ കൂടെ ഇതും കൂടി അന്വേഷിക്കാം എന്ന കാര്യം മുഖ്യമന്ത്രി ഇന്ന് LDF യോഗത്തിൽ ഘടകകക്ഷികൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ സമയമുണ്ട്. 1 മാസം എടുത്ത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ആ സമയത്തിൽ അന്വേഷിച്ചാൽ മതി എന്നതാണോ BJPയുടെ നിലപാട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്തിൽ MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട് ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു, അതിൽ MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാത്രമല്ല പോവുക, അദ്ദേഹം ജയിലിലാവുന്ന സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോൾ അത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക? പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ കൊലപാതകത്തിൽ പങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്രയും കാലം സംരക്ഷിച്ചു എന്നൊക്കെ അല്ലേ വരിക? അതിലേറെ ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. ശ്രീ പത്മനാഭൻ, ഇന്നിപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയ വിഷയമുണ്ട്. ഇവിടെ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നു എന്നുള്ള വിഷയം. അതിൽ കൂടി ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആ ഫോൺ ചോർത്തുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. PV അൻവർ പുറത്തുവിട്ട ശബ്ദരേഖയിൽ ഒരു സൈബർ പോലീസുകാരൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. അല്ല, ഞങ്ങൾക്കിത് വളരെ കൗതുകം ഉണ്ടാക്കുന്നു. കാരണം പെഗാസിസിൻ്റെ പേരിൽ ഒരു പാർലമെൻറ്റിൻ്റെ സമ്മേളനം മുഴുവൻ ബഹളത്തിൽ മുക്കിയവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് MP-മാരും കമ്മ്യൂണിസ്റ്റ് MP-മാരും. പ്രത്യേകിച്ച് ഞാനൊരു പേരെടുത്ത് പറയും, ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം CPM-ൻ്റെ രാജ്യസഭാ അംഗമെന്ന നിലയിൽ പാർലമെൻറ്റിലൊക്കെ രാജ്യസഭയിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. പെഗാസിസ് അവസാനം അതൊന്നും അല്ലാണ്ടായി. അപ്പോൾ ആ പെഗാസിസിൻ്റെ പേരിൽ ഒരു പാർലമെൻറ്റ് സമ്മേളനം തടസ്സപ്പെടുത്തിയവരാണ് ഇവിടെ ഫോൺ ചോർത്തുന്നത്. ഫോൺ ചോർത്തുന്നത് കേന്ദ്ര സർക്കാരിന് അന്വേഷിച്ചേ പറ്റൂ. മാത്രമല്ല, ഫോൺ ചോർത്തുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ, MR അജിത് കുമാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കസാല പോകാനുള്ള സാധ്യതയുണ്ട്. 2025 പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി CPM രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാനാണ് BJPക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം. മനസ്സിലായി ശ്രീ പത്മനാഭൻ. ഞാൻ സ്വാമി സന്ദീപാനന്ദഗിരിയിലേക്ക് പോകുന്നു. സന്ദീപാനന്ദഗിരി, ഇന്നിപ്പോൾ PV അൻവർ പുറത്തു ഓരോ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, താങ്കളുടെ ആശ്രമത്തിന് നേരെ ആശ്രമം കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എങ്ങനെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലടക്കം എങ്ങനെയാണ് RSSകാർക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഇതിലൊക്കെ താങ്കൾ ഒരു കൃത്യമായ നടപടി ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ LDF യോഗത്തിൽ നടന്ന കാര്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ. അല്ല, ഇതിന് തീർച്ചയായിട്ടും ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി അന്വേഷണം DGPയുടെ നേതൃത്വത്തിൽ DGPയുടെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് അറിയാം, DGPയാണ് അന്വേഷിക്കുന്നത്, SIT നേതൃത്വത്തിൽ അത് അന്വേഷിക്കുന്നത്. പക്ഷേ ശ്രീ സന്ദീപാനന്ദഗിരി, ഇപ്പോൾ നേരത്തെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണല്ലോ അത്. ഈ പറഞ്ഞ മാതിരി സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, അതിലൊക്കെയുള്ള ഇൻവോൾവ്മെന്റ്,
ചില കൊലപാതകങ്ങൾ കേസുകൾ തിരിച്ചുവിടാൻ നടത്തിയ ശ്രമങ്ങൾ, ചിലരെ പ്രതി ചേർക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് PV അൻവർ നേരത്തെ പറഞ്ഞത്. അതുമേലാണ് ഈ അന്വേഷണം. അതെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വരുമായിരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ട്. പ്രതീക്ഷയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇവരെയൊക്കെ പിടിച്ചു, ഇത്രയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും പുതിയ ക്രൈംബ്രാഞ്ചിലെ ഒരു മിടുക്കന്മാരായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് സേനയിൽ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു അഭിപ്രായം നമുക്കില്ല. കുറച്ച് ചില പുഴുക്കുത്തുകൾ, ആ പുഴുക്കുത്തിനെ കുറിച്ചാണ് നമ്മൾ. ഒരു പുഴുക്കുത്താണ് ഈ പറഞ്ഞ എന്താ പറയുക, റിട്ടയറായ ഉടനെ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് BJPയുടെ ഷാളും പുതച്ച്, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ഷാളും പുതച്ച് ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ സെൻകുമാർ മുതലായിട്ടുള്ളവരുടെയൊക്കെ ഇത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതെ, സെൻകുമാറൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ശ്രീ സ്വാമി സന്ദീപാനന്ദഗിരി, സെൻകുമാറുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി അന്ന് നടത്തിയ ചില പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു, എങ്ങോട്ടാണ് പോക്കെന്നറിയാമെന്ന്. അതിനുശേഷം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ അതിശക്തമായ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. RSSനെ ഏറ്റവും അധികം ശക്തമായി എതിർക്കുന്ന മുഖ്യമന്ത്രി എന്ന് തോന്നിക്കുകയും ചെയ്തു. അപ്പോൾ അതേ ആരോപണം അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ADGPക്കെതിരെ വരുമ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റാതെ ചേർത്ത് പിടിക്കുകയാണ്. എങ്ങനെ ചേർത്ത് പിടിക്കുന്നു? ഘടകകക്ഷികൾ പരസ്യമായും അകത്തുമൊക്കെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിക്കലിൽ താങ്കൾക്കൊരു സംശയം തോന്നില്ലേ? ഇല്ല, അതൊക്കെ സ്മൃതി, അതൊക്കെ ഈ നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഒരു ശൈലിയാണ്. അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത്. ഇതിനൊരു രീതിയുണ്ടല്ലോ, അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ മുകളിലുള്ള നടപടി, ശുപാർശകൾ, അതൊക്കെ ആ വഴിയിൽ നടക്കുമെന്ന് തന്നെയാണ്. ബാക്കിയൊക്കെ നമുക്ക് ആശ്രമം കത്തിച്ചിട്ട് എത്ര വർഷമായി? അല്ല, 5 വർഷമായി. അപ്പൊ സമയമുണ്ട്, ഇനി 5 വർഷം കഴിഞ്ഞു. സമയമെടുക്കട്ടെ അല്ലേ? 4 അല്ലല്ലല്ല 4 അല്ല, അങ്ങനെയല്ലല്ലോ സ്മൃതി പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറയുന്നത്? അതായത് നമ്മൾ നിരന്തരം ആ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ പിടിക്കും, ഇവരിതിൽ വേറെ കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് നടത്തുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ നമ്മൾ എന്തെങ്കിലും എതിരായിട്ട് സംസാരിച്ചിട്ടുള്ളത്? നമുക്ക് എത്രയൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു? അങ്ങനെ ഇല്ല. നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതെവിടേക്കാണ് എത്തുന്നത്, അവസാനം ഇത് പിടി വരും, ആരൊക്കെ എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കുന്നു, ആരെയൊക്കെ കൂടെ നിൽക്കുന്നു, എല്ലാം പുറത്തു വന്നില്ലേ? അങ്ങനെ പുറത്തു വരുമ്പോൾ ADGP RSS നേതാക്കളെ കണ്ടുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് P. ശശിയാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന ആരോപണമാണ് ഇന്ന് PV അൻവർ ഉന്നയിച്ചത്. P. ശശിയുമായി ബന്ധപ്പെട്ട് പരാതികൾ എഴുതി തന്നിട്ടില്ല എന്നാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി ആയാലും നേരത്തെ പാർട്ടി വൃത്തങ്ങളായാലും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പരാതി എഴുതി കൊടുക്കാൻ അദ്ദേഹം പോവുകയാണ്. നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്മൃതി, ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? ഒന്ന്, നമ്മളൊരു രാഷ്ട്രീയക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ഞാനത് ചോദിച്ചത് മനഃപൂർവ്വം തന്നെയാണ് ശ്രീ സന്ദീപാനന്ദഗിരി. കാരണം താങ്കൾ രാഷ്ട്രീയമായി നിലപാടുള്ള വ്യക്തിയാണ്. സാധാരണ സന്യാസിമാരുടെ രൂപത്തിലല്ല താങ്കൾ രാഷ്ട്രീയമായി നിലപാട് അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്ന വ്യക്തിയാണ്, അതും അറിയാം. RSSുമായി ബന്ധപ്പെട്ട് RSS എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്ന് താങ്കൾ കൃത്യമായി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ RSSുമായി ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ് ഞാൻ താങ്കളോട് അത് ചോദിച്ചത്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അതിനില്ല. ഞാൻ ഒന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക്, ശ്രീ KP നൗഷാദ് അലി, RSSുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് മുഖ്യമന്ത്രി തീർത്തു പറയുകയാണ്. ആർക്കാണ് ബന്ധമെന്നറിയാമല്ലോ ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് പാർട്ടി പരിപാടിയിലാണ്, പാർട്ടി സഖാക്കളോടാണ്. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് RSS കോൺഗ്രസ് ബന്ധവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, കേരളത്തിലും പുറത്തുമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. RSS ശാഖയ്ക്ക് കാവൽ നിന്നത് ആരാണ് എന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, നിങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ തന്നെ പറഞ്ഞതാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഗോൾവാർക്ക് ജന്മശതാബ്ദി ആഘോഷത്തിൽ വിളക്ക് തെളിച്ചത് ആരാണെന്ന ചോദ്യം വരുന്നു. അത് VD സതീശനെതിരെയാണെന്നറിയാം. P. പരമേശ്വരൻ്റെ പുസ്തകപ്രകാശനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, അതിലും VD സതീശനെയാണ് ഉന്നയിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് UP യിലേക്ക് പോകുന്നു, മധ്യപ്രദേശിലേക്ക് പോകുന്നു. നമുക്കറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ മൃദു ഹിന്ദുത്വ സമീപനവും RSS അനുകൂലമായ നിലപാടെടുത്ത നേതാക്കളെയും എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് പറയാൻ ഒരു റൈറ്റുമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാലും ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണല്ലോ.
സ്മൃതി, ഇവിടെ പിണറായി വിജയൻ നിരത്തിയ കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങൾ പിണറായി വിജയൻ്റെ പാർട്ടിക്കെതിരായിട്ട് ചരിത്രപരമായി നിരത്തുന്ന കുറേ കാര്യങ്ങൾ, ഈ പരസ്പരം അതിനൊക്കെ ഇരുകൂട്ടരും നൽകുന്ന മറുപടികൾ, ഇതൊക്കെ ഈ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട്, ദശകങ്ങളായി, വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അരങ്ങേറുന്ന കാര്യമാണ്. അതൊക്കെ നമുക്ക് ഈ അവസരത്തിൽ ചർച്ച പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ നമുക്ക്. പക്ഷെ ഇവിടെ ഉയർന്നിട്ടുള്ള സ്പെസിഫിക്കായ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് നമുക്ക് അത്തരം ചർച്ചകളിലേക്ക് പോകാം. കാരണം പിണറായി വിജയൻ ഉന്നയിച്ചതൊക്കെ നനഞ്ഞ പടക്കങ്ങളാണ്. അതിനെതിരെയൊക്കെ ശക്തമായ പ്രതിരോധങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഇവിടെ നിലവിലുണ്ട്. അദ്ദേഹം തന്നെ ഈ പറഞ്ഞ ജനസംഘം ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി 1977 കേരള നിയമസഭയിലേക്ക് കടന്നു വന്ന ചുരുക്കം പ്രതിപക്ഷ അംഗങ്ങളിൽ ഒരാളായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിജയന്റെ മാത്രം കാര്യം പറഞ്ഞാൽ അദ്ദേഹം ജനസംഘത്തിന്റെ മുന്നണിയായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ്. അതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ലല്ലോ. അപ്പം അതൊക്കെ നമുക്ക് വിടാം. അതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഐരാവതം വെളുപ്പ്, ആന കറുപ്പ്, സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്ന മട്ടിൽ ഉരുവിടേണ്ട ഒരു സമയമല്ല ഇത്. ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരനിരയായി മണിമണിയായി നിൽക്കുമ്പോൾ അതൊന്നും തൊടാതെ, അവിടെയൊന്നും സ്പർശിക്കാതെ, അതിൽ താൻ ഇത്രമാത്രം പ്രതിക്കൂട്ടിലകപ്പെട്ടിട്ടും അതിന് ഒരു തരത്തിലുള്ള നീതീകരണവും പറയാൻ തയ്യാറാകാതെ പഴങ്കഥ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമെന്നൊക്കെ അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമേ അങ്ങനെ കരുതുന്നുള്ളൂ. ഈ മലയാളികളോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കൾ പോലും അങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനിവിടെ സന്ദീപാനന്ദഗിരിയുടെയൊക്കെ സ്വാമിയുടെയൊക്കെ പരാമർശങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു CPM ആഭിമുഖ്യമാകണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നൈരാശ്യവും രോഷവും അമർഷവും ഒക്കെ പുറത്ത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് പരിമിതി നൽകുന്നത്. ഏതായാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ച് 5 കൊല്ലമായൊരു കേസ് വരെ അദ്ദേഹം ഇങ്ങനെ വിടുപണി ചെയ്ത് പുറകെ കൂടുന്നൊരു CPMൻ്റെ സർക്കാരിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതൊക്കെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വരെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്സഹായരാണ്. എന്തോ അദ്ദേഹം പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രതിബന്ധങ്ങളെ മറികടന്നും ആ കേസ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ വല്ല UDFൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വല്ല BJPയുടെ ഗവൺമെൻറ്റോ ഒക്കെ ആണോ ഉണ്ടായിരുന്നത്? എന്തു പ്രതിബന്ധമാണ് ഉണ്ടാകേണ്ടത്? സന്ദീപാനന്ദഗിരി എന്ന CPMനോട് ചേർന്ന് പോകുന്ന ഒരു മനുഷ്യൻ്റെ ന്യായമായൊരു വിഷയത്തിൽ ഒരു പരിഹാരം, അത് സന്ദീപാനന്ദഗിരി അല്ല, ഒരു ലേമാനാണെങ്കിൽ പോലും ഇവിടെ സംഭവിക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു കാര്യം പോലും സംഭവിക്കാത്തൊരു സാഹചര്യത്തെയൊന്നും ഇത്രക്ക് ലാഘവത്തോടെ കണ്ട് ഇത്രമാത്രം ശുഭാപ്തി വിശ്വാസത്തോടെയൊക്കെ അതിനെ സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിച്ചതിൻ്റെ ഒരു സാത്വിക ഭാവമാകണം അദ്ദേഹത്തെ അമർഷത്തിൽ നിന്നൊക്കെ വിലക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സാത്വിക ഭാവമൊന്നും ഇല്ലാത്തതിനാൽ അവർ തീർച്ചയായിട്ടും ഇതൊക്കെ വിലയിരുത്തുന്നുണ്ടാവും. സ്മൃതി, ഇവിടെ ഈ കച്ചവടത്തിൽ പിണറായി വിജയന് ലാഭം മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകേണ്ട നടപടികൾ, അതൊക്കെ ഇവിടെ വൃഥാവിലായി. അദ്ദേഹത്തിൻ്റെ ലാവ്ലിൻ കേസ് ഇത് ഹാഫ് സെഞ്ചുറിയോട് അടുത്തിരിക്കുകയാണ്, കോടതി നീട്ടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. കരുവന്നൂർ കേസിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സഖാക്കളൊക്കെ സുരക്ഷിതരായി. എല്ലാ നിലക്കും കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട ഡെമോക്രസിൻ്റെ വാള് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരു കവചമാണ് അദ്ദേഹം ഇത്തരം പ്രവണതകളിലൂടെയും പ്രവർത്തികളിലൂടെയും തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് അദ്ദേഹം വില കൊടുക്കുന്നത് പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താങ്കൾ നിന്ന് മറുപടി വേണ്ടത് മുഖ്യമന്ത്രിയെയാണ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ആവശ്യമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു, അതിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു. ഇതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അത് ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ്, കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഫലമാണ് എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. താങ്കളുടെ DGPയെ ചേർത്ത് പിടിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു, അതിൽ ഇഴഞ്ഞു നീങ്ങുന്നതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇടപെടലോടുകൂടി ADGPയുടെ ഇടപെടലോടെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന രൂപത്തിലാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്മൃതി, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശ്രീ MR അജിത് കുമാർ കാണിക്കേണ്ട ചില മിനിമം മര്യാദകളുണ്ടായിരുന്നു. ദത്താത്രേയ ഹൊസബല്ലയും അതുപോലെ ശ്രീ റാം മാധവനെയൊക്കെ സ്വകാര്യ സന്ദർശനം നടത്തുന്നതിന് ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാകും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന സ്വകാര്യമായിട്ടുള്ള അവകാശവാദവും അതുപോലൊരു ആരോപണവും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും പ്രകാശ് ജാവ്ദേക്കറെ കണ്ട ശ്രീ EP ജയരാജനെതിരെ
പാർട്ടി കടുത്ത നടപടിയിലേക്ക് പോകുന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ഇടത് ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPI-യും ഒരു ശ്രീ MR അജിത് കുമാറിനെതിരെ അങ്ങനെ മൃദു സമീപനം സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. മറിച്ച് ഇപ്പോൾ SNC ലാവ്ലിൻ കേസ് തുടങ്ങി, അല്ലെങ്കിൽ SFIOയുടെ അന്വേഷണം തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളെ ഇത് ബാധിക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണങ്ങളെ അത് ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ശ്രീ MR അജിത് കുമാർ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു വൈരനിര്യാതന ബുദ്ധിയിൽ ഇരുന്ന ആരോപണം മാത്രമാണ്. കാരണം SNC ലാവ്ലിൻ കേസിൽ സോളിസിറ്റർ ജനറലാണ് എപ്പോഴും സുപ്രീം കോടതിയിൽ ഹാജരാകേണ്ടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രഭാതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒരു ദിവസം ഹാജരാകേണ്ട വ്യക്തിയാണ്. തിങ്കളും വെള്ളിയുമാണ് എപ്പോഴും പുതിയ കേസുകൾ സുപ്രീം കോടതി കേൾക്കുകയും ബാക്കി ദിവസങ്ങളിൽ പഴയ കേസുകൾ ലിസ്റ്റ് ചെയ്ത് വരികയും ചെയ്യുന്ന സാഹചര്യമാണ് സുപ്രീം കോടതിയിലുള്ളത്. പലപ്പോഴും ഈ കേസുകൾ വന്നിട്ടുള്ളത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വരുമ്പോൾ അദ്ദേഹത്തിന് പഴയ കേസുകളിൽ നേരത്തെ അദ്ദേഹം വാദം പറഞ്ഞു തുടങ്ങിയതോ ചിലപ്പോൾ 101 എന്ന ലിസ്റ്റിംഗ് നമ്പറിലായിരിക്കും ആ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് 104 ആയിരിക്കും. 101 എന്ന് പറയുന്ന കേസ് ബുധനാഴ്ച ലിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വാദം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നീണ്ടുപോകുന്ന സാഹചര്യം സുപ്രീം കോടതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കേസ് അടുത്ത ദിവസത്തേക്ക് മാറുന്നതാണ്. നമുക്ക് സുപ്രീം കോടതിയെ നമുക്കിപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് അത് കൃത്യമായി നമുക്ക് പിന്തുടരാനാവും. ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രം. SFIOയുടെ അന്വേഷണം കൃത്യമായി 4 വിധത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതൊന്നും ആരും വിചാരിച്ചാൽ തടഞ്ഞു നിർത്താനാവുന്നതും രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടാനാകുന്നതുമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിലല്ല. കണക്കുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അക്കൗണ്ടുകളെ ട്രാൻസാക്ഷനെ സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് നിയമങ്ങളുടെ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുമുള്ള അന്വേഷണമാണ് SFIO നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളുടെ പിൻബലത്തിലാണ് എപ്പോഴും ആ അന്വേഷണം മുന്നോട്ട് പോകാറുള്ളത്. ആ അന്വേഷണത്തെ ഒന്നും രാഷ്ട്രീയമായി ഇടപെട്ടുകൊണ്ട് തടയാനാകും എന്നുള്ളത് പറയാനാവില്ല. പക്ഷേ ഇത് കോൺഗ്രസ് എല്ലാ കാലത്തും ആരോപിക്കുന്നതാണ്. നമുക്കറിയില്ല, തലശ്ശേരി കലാപത്തിൻ്റെ നാളുകളിൽ പാവപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളുടെ വീടുകളും അവരുടെ സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPIM പ്രവർത്തകർ സദാ ജാഗരൂകരായി കാവൽ നിന്ന കാലത്തിൽ RSSൻ്റെ ശാഖയ്ക്ക് താൻ ആളിനെ വിട്ട് കാവൽ നിർത്തിയെന്ന് അവകാശം ഉന്നയിച്ച കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള ഒരു നാട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത്. ഗുരുജി ഗോൾവാർക്കറിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിന് നടാടെയല്ലാതെ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പോയി അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിയിക്കുന്ന നാട്ടിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവുള്ള ഒരു നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. മാത്രമല്ല, ഈ ശ്രീ പരമേശ്വരൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിൻ്റെ നാട്ടിലാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാനാകും. അവർക്കൊക്കെ ഇതെല്ലാം RSSൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും RSSൻ്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്നു പോകുന്നതിന് കോൺഗ്രസിനാവുകയും ചെയ്യും. ഇല്ലില്ല, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ഉള്ള മൃദു ഹിന്ദുത്വ സമീപനം അതോടൊപ്പം RSSനോട് അയിത്തമില്ലാത്ത സമീപനം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷം അങ്ങനെയല്ല എന്നും RSSനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നവർ ഞങ്ങളാണ് എന്നും ഇവിടെ വിഭാഗീയതയുണ്ടാക്കുന്ന സംഘടനയാണ് RSS എന്നും ആവർത്തിച്ച് പറയുന്നത് CPM ആണല്ലോ. ഇതിൽ മുന്നണിക്ക് ഘടകകക്ഷികൾക്ക് ബോധ്യമാകുന്ന ഒരു മറുപടിയെങ്കിലും നൽകാൻ പറ്റണ്ടേ? സ്മൃതി, അങ്ങേ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗുരുജി ഗോൾവാർക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ വിചാരധാരയാണ്. അതിൽ 3 ആഭ്യന്തര ശത്രുക്കളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്: കമ്മ്യൂണിസ്റ്റുകളും, മുസ്ലിങ്ങളും, ക്രിസ്ത്യാനികളും. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ പേരെടുത്തു പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള RSSൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കു നേരെയാണ് എല്ലാ കാലത്തും ഞങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വിഭിന്നമായും അതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും പ്രഖ്യാപിത രാഷ്ട്രീയ നയമെന്നിരിക്കെ ആ രാഷ്ട്രീയ നയത്തിനെതിരെ നടത്തുന്ന ഏത് അക്രമവും ഞങ്ങൾ ഒരു മൃദു സമീപനം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ എടുത്തിട്ടില്ല. ഞങ്ങൾ എല്ലാ കാലത്തും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഞങ്ങൾ അതിൻ്റെ പരമാവധി
ഞങ്ങൾക്ക് ചെറുക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പരിമിതമായ കരുത്തുപയോഗിച്ച് ചെറുത്തുകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ ഇതൊക്കെ പറയുമ്പോഴും ഒരു ഉദ്യോഗസ്ഥനെ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന പരമപ്രധാനമായ വർത്തമാനകാലത്തെ ഈ നിമിഷത്തെ ചോദ്യത്തിന് ഈ 6-7 ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പകരം അത് കോൺഗ്രസിലെ ബന്ധം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ മറുപടി വേണ്ടത്. ശ്രീ പത്മനാഭൻ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം, ആ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഈ അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയല്ല, നല്ല വേഗത്തിൽ തന്നെ പോകുന്നു എന്ന അഭിപ്രായമാണോ BJP-ക്കുള്ളത്? അല്ല, അന്വേഷണങ്ങൾ നിയമപ്രകാരം നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെയും നാഷണൽ ഹെറാൾഡ് കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതും കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നീങ്ങുക എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം. അതല്ല, അന്വേഷണ ഏജൻസികൾ അവർ ഘട്ടം ഘട്ടമായി തെളിവുകൾ ശേഖരിച്ച് അവർ മുന്നേറുകയാണെന്ന് അന്വേഷണ ഏജൻസിക്കും പറയാം. അപ്പോൾ അത് വേറെ വിഷയം. ഇവിടെ നൗഷാദ് 2-3 കാര്യം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. അദ്ദേഹം പോയി. ഒന്ന്, അദ്ദേഹം വിട്ടുപോയൊരു കാര്യമുണ്ട്. 1980 തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഓർക്കണം. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐ കോൺഗ്രസും അതുപോലെ തന്നെ കരുണാകര കോൺഗ്രസും ജനതാ പാർട്ടിയും കൂടി സഖ്യമുണ്ടാക്കിയിട്ടാണ് മത്സരിച്ചത്. AK ആൻ്റണിയും ഇടതുമുന്നണിയും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ കരുണാകരൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ജനതാ പാർട്ടിയും ചേർന്ന് മത്സരിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ 80 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ 80 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് RSSും ജനസംഘവും ഒക്കെ ഉണ്ടായിരുന്ന ജനതാ പാർട്ടി, ആ ജനതാ പാർട്ടി BJP അന്ന് അവരെ കൂടി ആ ജനതാ പാർട്ടിയിലാണ്. അതിന് ശേഷമാണ് ജനതാ പാർട്ടി പിളർന്ന് ഞങ്ങൾ BJP ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കരുണാകരനും ജനതാ പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കി മത്സരിക്കുമ്പോൾ അതിൽ KG മാരാറില്ലേ, O രാജഗോപാലില്ലേ? അപ്പോൾ കോൺഗ്രസ്സുകാരുടെ RSS വിരോധമൊക്കെ എവിടെ പോയി? അന്ന് AK ആൻ്റണി കോൺഗ്രസ് പിളർത്തി ഇടതുമുന്നണീൻ്റെ കൂടെ കൂടിയപ്പോൾ ഞങ്ങളെ കൂടെ കൂടാൻ, ജനതാ പാർട്ടിയുടെ കൂടെ കൂടാൻ, KG മാരോരോടൊപ്പം സഖ്യം നിൽക്കാൻ, O രാജഗോപാലിനൊപ്പം സഖ്യം നിൽക്കാൻ ഇവർക്കൊരു മടിയില്ലായിരുന്നു. അതുപോട്ടെ. ഇനി രണ്ടാമത് എനിക്ക് കോൺഗ്രസ്സുകാരോടൊന്ന് പറയാനുണ്ട്. ഏതായാലും ലോകത്താർക്കും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും സതീശനും കൂട്ടർക്കും ബോധ്യമായല്ലോ കേരളത്തിൽ BJPയും CPMും തമ്മിൽ എന്തോ ഒരു അന്തർധാരയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും കത്തോ മെയിലോ എന്തെങ്കിലും അയക്കണം ഇവരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ. കാരണം CPMന്റെ 4 ലോക്സഭാ സീറ്റുകളിൽ പിണറായി വിജയനല്ലേ പറയേണ്ടത്? രാജസ്ഥാനിൽ പിന്തുണ വേണ്ട, രാജസ്ഥാനിലെ 1 സീറ്റ്, തമിഴ്നാട്ടിലെ 2 സീറ്റ് ഈ കോൺഗ്രസിനെ പിന്തുണയിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറച്ചു പറയേണ്ടത് പിണറായി വിജയനല്ലേ? ജയിച്ച് ലോകസഭയിലെത്തിപ്പോയി. ഇനി എന്താക്കാനാ? ജയിച്ച് ലോകസഭയിലെത്തി. പുറത്താക്ക് ഹേ UDFകാരാ. രാഹുൽ ഗാന്ധിക്ക് കത്തയക്കി, മറ്റേ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തയക്കി പുറത്താക്കാൻ. ഏതായാലും ഒരു അബദ്ധം പറ്റി, 3 എണ്ണത്തിന് ജയിപ്പിച്ചു, പോട്ടെ, ഇനിയെങ്കിലും പിടിച്ച് പുറത്താക്ക്. എവിടെ? ഇപ്പോഴും മനസ്സിലാഗ്രഹമുണ്ട്. അഥവാ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു എങ്ങാൻ കേന്ദ്ര സർക്കാരിന് പിന്തുണ പിൻവലിച്ചാൽ അവരെയും കൂട്ടി ഇവരുടെ 4 ആളെയും കൂട്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന. എനിക്ക് മനസ്സിലായ താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് അടക്കം മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഇടത് സർക്കാരിനോട് വലിയ വിമർശനമില്ല, മുഖ്യമന്ത്രിയോട് വിമർശനമില്ല, ഇപ്പോൾ ADGPയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിലെ പടപ്പുറപ്പാടാണ് താങ്കൾക്ക് ഉന്നയിക്കാനുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ ADGPക്കെതിരെ നിങ്ങൾക്ക് വിമർശനമില്ല അല്ലേ? അല്ല, ADGP ഞാൻ പറഞ്ഞല്ലോ, ഗവർണർ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണർ ഫോൺ ചോർത്തൽ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുന്ന അതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെഗാസസിന്റെ പേരിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയവർ ഫോൺ ചോർത്തി എന്നുള്ള വാർത്ത പുറത്തു വന്നാൽ അത് കേരളത്തിലെ അത് ഏറ്റവും വലിയ വിഷയമാക്കാൻ പോകുന്നത് ഞങ്ങളാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഈ ഇന്ത്യ മുന്നണിയെ, CPM കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൂട്ടിൽ കയറ്റി നിർത്തും. കാരണം ഒരു പാർലമെന്റ് സമ്മേളനം ഈ 2 കൂട്ടരും, കോൺഗ്രസും ജോൺ ബ്രിട്ടാസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടി ഒരുമിച്ചാണ് കുളമാക്കിയത്. ഒരു പാർലമെന്റ് സമ്മേളനം ഹോൾ വാഷ്ഡ് ഔട്ട്. ആ കൂട്ടര് ഈ ഇന്ത്യ മുന്നണിക്കാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ്, അതായത് CPMും കോൺഗ്രസും. അപ്പോൾ ഇവരിത് ചെയ്തു എന്നറിഞ്ഞാൽ
ഇവരിത് ചെയ്തു എന്നറിയാൻ ആ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ അന്വേഷണം പുറത്തു വരാൻ, ഇവിടെ ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരാൻ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ശരി, പെഗാസസിനെതിരെ പറഞ്ഞവർ ഇവിടെ ഫോൺ ചേർത്തുന്നതിൽ എന്താണ് നടപടി എന്നുള്ളതാണ് BJPയിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെ നന്ദി ശ്രീ KP നൗഷാദ് അലി, അഡ്വക്കേറ്റ് BN ഹസ്കർ, അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, സ്വാമി സന്ദീപാനന്ദഗിരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതേ